നിരവധി രാഷ്ട്രീയ നേതാക്കളും പാർട്ടികളുമാണ് 2024 മാർച്ച് 22 എന്ന ഒരൊറ്റ ദിനം ഇന്ത്യയിലെ അങ്ങോളം ഇങ്ങോളമുള്ള കോടതികളിൽ കയറിയിറങ്ങിയത്. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിക്കുന്ന 5 കേസുകളാണ് വെള്ളിയാഴ്ച കോടതിയുടെ പരിഗണനയിലെത്തിയത്. ചിലർക്ക് ആശ്വാസം ലഭിച്ചപ്പോൾ മറ്റു ചില നേതാക്കൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കോടതി വിധി നിരാശയാണ് സമ്മാനിച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുതൽ BJP നേതാവ് ശോഭ കരന്തലജ വരെ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അരവിന്ദ് കെജ്രിവാളാണ് അതിലൊന്ന്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിടാനായിരുന്നു കോടതി ഉത്തരവിട്ടത്. ഏറെ ട്വിസ്റ്റുകളായിരുന്നു കോടതിയിൽ സംഭവിച്ചത്. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ED അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ ജാമ്യ ഹർജിയുമായി ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. 3-അംഗ ബെഞ്ച് അപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് ഹർജി പിൻവലിക്കുന്നത്. തുടർന്ന് ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലേക്ക് 3.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ പിന്നെയും വിധി പറയാനുള്ള കാത്തിരിപ്പ്. ഏറ്റവും അവസാനം കെജ്രിവാളിനെ 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവും കോടതി പുറപ്പെടുവിച്ചു. ഭാരത് രാഷ്ട്ര സമിതി നേതാവ് K കവിതയാണ് കോടതിയിലെത്തിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അതേ മദ്യനയ അഴിമതി കേസിലായിരുന്നു കവിതയെയും അറസ്റ്റ് ചെയ്തത്. സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജിയുമായി എത്തിയെങ്കിലും ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, MM സുന്ദരേഷ്, ബേലായം ശ്രീദേവി എന്നിവരുടെ ബെഞ്ച് വിചാരണ കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വകുപ്പുകൾക്കെതിരായ കവിതയുടെ ചലഞ്ചിൽ കോടതി നോട്ടീസ് പുറപ്പെടുവിക്കുകയും വിജയ് മദൻലാൽ വിധി പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കൊപ്പം ടാഗ് ചെയ്യുകയും ചെയ്തു. അടുത്തത് കോൺഗ്രസ് ആണ് വെള്ളിയാഴ്ച കോടതി കയറിയ രാഷ്ട്രീയ പാർട്ടി. തങ്ങൾക്കെതിരെ ആദായനികുതി വകുപ്പ് സ്വീകരിച്ച നടപടികൾക്കെതിരെയായിരുന്നു ഡൽഹി ഹൈക്കോടതിയിലെ കോൺഗ്രസിന്റെ അപ്പീൽ. എന്നാൽ 3 പെറ്റീഷനുകളും കോടതി തള്ളി. 2014, 15, 15, 16, 16, 17 എന്നീ 3 വർഷങ്ങളിൽ സ്വീകരിച്ച നടപടിയായിരുന്നു കോൺഗ്രസ് ചോദ്യം ചെയ്തത്. ഇതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ആദ്യം മരവിപ്പിക്കുകയും പിന്നീട് പിഴ ഈടാക്കുകയും ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് നേരിട്ട അപ്രതീക്ഷിത നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ശോഭ കരന്തലജയാണ് കോടതി കയറിയ അടുത്ത വ്യക്തി. രാമേശ്വരം ഗഫ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേരളത്തെയും തമിഴ്നാടിനെയും അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയതിന് BJP നേതാവ് ശോഭ കരന്തലജയ്ക്കെതിരെ FIR എടുത്തിരുന്നു. വിദ്വേഷം പ്രചരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളായിരുന്നു കേന്ദ്ര സഹമന്ത്രിക്കെതിരെ ചുമത്തിയിരുന്നത്. ഇതിനെതിരെ അവർ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും FIR സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എയിങ് സ്ക്വാഡ് ആയിരുന്നു ശോഭയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അടുത്തത് തേജസ്വി സൂര്യയാണ്. ആക്ഷേപകരായ ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തതിനും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനും BJP MP തേജസ്വി സൂര്യക്കെതിരായ FIR-ഉം കർണാടക ഹൈക്കോടതി വെള്ളിയാഴ്ച സ്റ്റേ ചെയ്തിരുന്നു. ശോഭ കരന്തലജയുടെ കേസ് പരിഗണിച്ച ജസ്റ്റിസ് കൃഷ്ണ S ദീക്ഷിത് തന്നെയായിരുന്നു ഈ കേസും പരിഗണിച്ചത്. ന്യൂനപക്ഷങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതിനും സമുദായങ്ങൾ തമ്മിൽ ശത്രുത വളർത്താനും ലക്ഷ്യമിട്ട് തേജസ്വി X-ൽ പോസ്റ്റ് ചെയ്തുവെന്നായിരുന്നു കേസ്.